ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് കുറ്റമറ്റ ക്രമീകരണങ്ങൾ കണ്ണൂർ ജില്ലയിൽ സജ്ജമാക്കിയതായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ. ഈ പോളിംഗ് നടക്കുന്നതിന് 26-ാം തീയതിയാണ് ആക്ച്വൽ പോൾ ഡേ എങ്കിലും അതിനേക്കാൾ വലിയ ഒരു പ്രയത്നമായിരുന്നു നമ്മുടെ പോസ്റ്റൽ ബാലറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടായത്. അത് ചുരുക്കം ചില വിഷയങ്ങൾ ഒഴിച്ചാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇന്നും നാളെയും കൂടി ഓപ്പറേഷനിലായിരിക്കും. ഇന്നിപ്പോൾ കൃഷ്ണമേനോൻ കോളേജിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കുള്ള വോട്ടിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ കണക്ക് പ്രകാരം ഏകദേശം 4,904 പേരിൽ പോസ്റ്റൽ ബാലറ്റിന് അപ്ലൈ ചെയ്തവരിൽ നമുക്ക് 3,276 പേരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന 1,628 ബാക്കിയുള്ളത്. ഇതിൽ 2 കാറ്റഗറി ഉണ്ട്. പോളിംഗ് സ്റ്റാഫുണ്ട്, നോൺ പോളിംഗ് സ്റ്റാഫുണ്ട്. അതായത് പോലീസ് അടക്കമുള്ള നോൺ പോളിംഗ് സ്റ്റാഫും മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടും. അവർക്ക് നാളെയും കൂടി ഈ സെൻറ്ററുകളിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ പോളിംഗ് സ്റ്റാഫിന് നോൺ പോളിംഗ് സ്റ്റാഫിന് കൃഷ്ണമേനോൻ കോളേജിൽ തന്നെ വെച്ചിട്ട് ഫെസിലിറ്റി കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം 100% എത്തിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നടന്ന വലിയ പ്ലാനിങ്ങോട് കൂടി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത കാര്യമായിരുന്നു ഹോം വോട്ടിങ്ങും അതേപോലെ തന്നെ ഈ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റർ പോസ്റ്റൽ വോട്ടിംഗ് സെൻറ്റർ അല്ല, എസൻഷ്യൽ സർവീസിനുള്ള വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റർ അല്ല. അതിൽ നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 28 ടീമുകളിലായിട്ട് 140 ഉദ്യോഗസ്ഥരാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നത്. RO വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ വെബ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വെബ്കാസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടും ആളുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അവരെ കൊണ്ടുമെല്ലാം ഈ വോട്ടിംഗ് നടത്തി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് നേരത്തെയുള്ള മീറ്റിംഗുകൾ നിങ്ങളടുത്ത് അറിയിച്ചിട്ടുള്ളതാണ്. MCC സ്ക്വാഡുകൾ ഓരോ മണ്ഡലത്തിലും 2 ജനറൽ ഒബ്സർവറായി മാൻവേന്ദ്ര പ്രതാപ് സിംഗ്, ചിലവ് നിരീക്ഷക ആരുഷി ശർമ്മ, പോലീസ് നിരീക്ഷകൻ സന്തോഷ് സിംഗ് ഖൗർ എന്നിവർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നിരീക്ഷണവും മേൽനോട്ടവും വഹിക്കുന്നുണ്ട്. ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ 21,16,876 പേരാണ് വോട്ടർമാരുള്ളത്. ഇതിൽ 11,14,246 പേർ സ്ത്രീകളും 10,02,622 പേർ പുരുഷന്മാരും 8 പേർ ട്രാൻസ്ജെൻഡറുമാണ്. കണ്ണൂർ ജില്ലയിൽ 1,866 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളതെന്നും കളക്ടർ പറഞ്ഞു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.